പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ CPIM CPI തർക്കം തുടരുന്നു. ഉപനേതൃസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിലാണ് CPIM. അതേസമയം പ്രശ്നപരിഹാരത്തിനായി CPI CPIM സംസ്ഥാന സെക്രട്ടറിമാർ ഇന്ന് ചർച്ച നടത്തിയേക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോഴും ഈ ഒരു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും തർക്കം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി അടക്കം വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു ഈ ഒരു ഉപനേതൃ പദവി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം LDFിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച അല്ലെങ്കിൽ CPI ആണ് ഈ ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾക്ക് ഉപനേതാവ് പദവി വേണം എന്നുള്ള ആവശ്യം അത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയതോടുകൂടി തന്നെ അത് കൂടുതൽ സജീവമായി തന്നെ CPI ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് പരസ്യമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും CPIയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതിൽ തങ്ങളുടെ ആവശ്യത്തിലൊരു തീരുമാനമാകാതെ ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും നിയമസഭാ നടപടികൾ തുടങ്ങിയ ശേഷവും ഇപ്പോഴും LDFിൻ്റെ പാർലമെന്ററി പാർട്ടി ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ ഉപനേതാവ് പദവിയിൽ തീരുമാനമാകാതെ അല്ലെങ്കിൽ അതിൽ അംഗീകരിക്കാതെ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് CPI ഉള്ളത്. ഏതായാലും തീരുമാനമുണ്ടായില്ലെങ്കിൽ, അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ വിഷമകരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് കൂടി CPI വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ 35 പേരാണ് CPIമിനുള്ളത്. 8 അംഗങ്ങൾ, ആകെ 35 അംഗങ്ങളാണ് LDFിനുള്ളത്. അതിൽ CPIക്ക് 8 അംഗങ്ങളാണ് ഈ നിയമസഭയിൽ ഉള്ളത്. സാധാരണ നിലയിൽ CPIM തന്നെയാണ് ഉപനേതാവ് പദവി കയ്യിൽ വെക്കാറ്. ഏതായാലും CPIM ഇന്നലെ അക്കാര്യം നിലപാടായി വ്യക്തമാക്കുകയും ചെയ്തു. CPIയുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CPIM പറയുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഉപനേതാവ് പദവി CPIM കയ്യിൽ വെക്കുന്നതാണ് കീഴ്വഴക്കം. അത് മറ്റാർക്കും വിട്ടു നൽകിയ ഒരു ചരിത്രമില്ല. അത് CPIമിന് തന്നെ അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലപാടിൽ നിന്ന് വ്യക്തമാണ് ഈ CPIയുടെ ആവശ്യത്തിന് CPIM വഴങ്ങില്ല എന്നുള്ള കാര്യം. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം. ഏതായാലും CPIM വഴങ്ങിയില്ലെങ്കിൽ CPI ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അവർ കടുത്ത നിലപാട്, സംസ്ഥാന സെക്രട്ടറി അടക്കം കടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെ CPIയെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഏതായാലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി CPIമിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ചർച്ച നടത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യമൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനുള്ളൊരു നീക്കമാണ് ഉള്ളത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി LDF ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ LDFിനുള്ളിൽ തന്നെ ഈ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തെ ചൊല്ലി ഇപ്പോൾ തർക്കം കൂടി ഉണ്ടാകുന്നത്. ആകെ 35 അംഗങ്ങളാണ് LDFിനെ സംബന്ധിച്ച് ഉള്ളത്. അതിൽ CPI ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും CPIM ഈ ഉപനേതാവ് പദവി വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. അത് KN ബാലഗോപാൽ തന്നെ ഉപനേതാവ് പദവിയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അങ്ങനെ പോയാൽ CPI എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, എന്തായാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ CPIM CPI തർക്കം തുടരുകയാണ്. ഉപനേതൃസ്ഥാനം വേണമെന്ന നിലപാടിൽ തന്നെ CPI ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടു നൽകാനാകില്ല എന്ന നിലപാടാണ് CPIM സ്വീകരിക്കുന്നത്. അതേസമയം പ്രശ്നപരിഹാരത്തിനായി CPI CPIM സംസ്ഥാന സെക്രട്ടറിമാർ ഇന്ന് ചർച്ചയും നടത്തും. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. പ്രധാനപ്പെട്ട പൊതുവിഷയങ്ങളിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയേക്കും. കഴിഞ്ഞ ദിവസം ഇന്ധന വിലക്കയറ്റം തുടർന്ന് സംസ്ഥാനത്തുണ്ടായ വിലക്കയറ്റം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചിരുന്നു. നീറ്റ് CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിക്കലാണ് സഭയിൽ വരുന്നുണ്ട്. അതേസമയം കർണാടകയിൽ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയിലെത്തില്ല.
വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, ഏതായാലും ഇന്ന് ഈ സഭയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകില്ല. കർണാടകയിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഇല്ലാതെയായിരിക്കും ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, നിയമസഭാ സമ്മേളനം ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും സഭയിൽ തുടരും. പൊതുവിഷയങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ നീക്കം. നീറ്റ് CBSE വിഷയങ്ങളിൽ ഇന്ന് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. ഗവർണറുടെ നന്ദി പ്രമേയത്തിന് മേലുള്ള ചർച്ച 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഇന്നലെ സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾക്കെല്ലാം നമ്മൾ കണ്ടതാണ്. അത് ഇന്നും പ്രതീക്ഷിക്കാം. ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞ വാക്കുകൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മറന്നു എന്ന ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഇന്നലെ ഉന്നയിച്ചത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അവർ തമ്മിലുള്ള ഒരു വാഗ്വാദങ്ങളെല്ലാം തന്നെ ഇന്നലെ വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുമാണ്. ഇന്ധനത്തിന് ഏർപ്പെടുത്തിയ അധിക നികുതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ സഭയിൽ വളരെ കാര്യമായി തന്നെ ചർച്ച നടന്നത്. അതിൽ VD സതീശൻ പറയുകയുണ്ടായി, ഈ അധിക നികുതി ഉടൻ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തണം. ആ പഠനത്തിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് VD സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രസ്താവനയോടാണ് ഇന്നലെ മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വിയോജിപ്പ് കാണിച്ചത്. അത് ഈ അധിക നികുതിക്ക് ഒഴിവാക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ സമരം ചെയ്ത VD സതീശൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിരിക്കെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇന്നും ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും സഭയിൽ ഉന്നയിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. ഈ വിഷയത്തിൽ UDF സർക്കാരിനെയും VD സതീശനും എതിരുള്ള ഒരു ആയുധമാക്കിയെടുക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ നിയമസഭാ സമ്മേളനത്തിൽ BJP അംഗങ്ങൾ ചർച്ചയിൽ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ അഞ്ഞടിക്കുന്ന സ്ഥിതിയൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കൂടാതെ തന്നെ നീറ്റ് CBSE വിഷയങ്ങളിലടക്കം ഇന്ന് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ചോദ്യോത്തരവേള ഇന്ന് സഭയിൽ നടക്കുകയില്ല. കൃത്യം 9 മണിക്ക് തന്നെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കൽ നടക്കും. പിന്നീട് റൂൾ 50 അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും ഇന്നത്തെ സഭയുടെ നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുക. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയിൽ ഉണ്ടാകുകയില്ല. ഇന്ന് ബാംഗ്ലൂരിലായിരിക്കും. കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ തന്നെ അങ്ങോട്ടേക്ക് പോയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിലായിരിക്കും സഭ പുരോഗമിക്കുക. ദീപ്തി, ശരി, എന്തായാലും ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും നിയമസഭയിൽ തുടരും. പ്രധാനപ്പെട്ട പൊതുവിഷയങ്ങളിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ധന വിലക്കയറ്റത്തെ തുടർന്നുണ്ടായ സംസ്ഥാനത്തുണ്ടായ വിലക്കയറ്റമടക്കം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ചിരുന്നു. കർണാടകയിൽ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയിലെത്തില്ല. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയെ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ തുടങ്ങി 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി AICC നിയമിച്ചു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വൈകിട്ടാണ് ചടങ്ങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളികളും ഈ ഒരു മന്ത്രിസഭയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രത്യേകത ഉള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കർണാടകയിലെ 25ാമത്തെ മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിൽ 4 മണിയോടെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളും ഇതിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ ACC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേരളത്തിൽ നിന്നും VD സതീശൻ, KC വേണുഗോപാൽ അടക്കമുള്ളവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ ചിലർ ഈ മന്ത്രിസഭയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2 മലയാളികളും ഈ മന്ത്രിസഭയിൽ അംഗമായി വരുന്നു. തുടക്കത്തിൽ ഒരു മന്ത്രിയുടെ പേര് മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ അത് 2ആയി മാറുന്നതാണ് നാം കണ്ടത്. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള 2 പേരാണ്, വിജയിച്ച 2 പേരാണ് ഈ മന്ത്രിസഭയിൽ അംഗമാകുന്നത്. അവർ മുൻകാലങ്ങളിലും ഈ മന്ത്രിസഭയിലെല്ലാം അംഗമായിരുന്നു.
അവരും ഈ മന്ത്രിസഭയിൽ വരുന്നു. ഒന്ന് KT ജോർജും അതോടൊപ്പം തന്നെ UT ഖാദറുമാണ്. അവർ ഈ മന്ത്രിസഭയിൽ 2 സുപ്രധാന വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും 4 മണിയോടുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ലോക് ഭവനിലായതുകൊണ്ട് തന്നെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പൊതുജനങ്ങൾക്കായി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകം സ്ക്രീനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെയായിരിക്കും ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കുമെല്ലാം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ കഴിയുക. പിന്നീട് നാം പരിശോധിക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യയെ മെരിക്കാനുള്ള പല ശ്രമങ്ങളും തുടക്കം മുതൽ തന്നെ നാം കണ്ടിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ യതീന്ദ്രയും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ടവരെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം AICC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 11 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നീട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും മന്ത്രിസഭ കൂടുതൽ വിപുലീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ പല പ്രധാനപ്പെട്ട നേതാക്കളെയും വരും ദിവസങ്ങളിൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മന്ത്രിസഭ വിപുലീകരണ സമയത്ത് ഉൾപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടാകും. പിന്നീട് നാം പ്രത്യേകിച്ച് കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്ന മല്ലികാർജുന ഖാർഗെയുടെ മകൻ ഈ മന്ത്രിസഭയിലും അംഗമായി വരും. അങ്ങനെ കൃത്യമായി തന്നെ സാമൂഹികമായും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെയും എല്ലാം ഉൾപ്പെടുത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഈ മന്ത്രിസഭാ രൂപീകരണവും അതോടൊപ്പം തന്നെ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന ഈ മുഖ്യമന്ത്രി തർക്കവുമെല്ലാം പരിഹരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ശരി, എന്തായാലും കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയെ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വൈകിട്ട് ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. മലയാളികളായ KJ ജോർജും UT ഖാദർ അടക്കമുള്ള 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.